പ്രവാസലോകത്തെ വാർത്തകൾ. ഇന്ത്യ-UK സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ത്യൻ യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾക്കുള്ള വഴി തുറക്കുമെന്ന് റിപ്പോർട്ട്. IT, ആർക്കിടെക്ചർ ആൻഡ് എഞ്ചിനീയറിംഗ് മേഖലകളിലാണ് കൂടുതൽ തൊഴിലവസരം. ഇന്ത്യ-UK സ്വതന്ത്ര വ്യാപാര കരാർ ധാരണയായതോടെ ശുഭപ്രതീക്ഷയിലാണ് ഇന്ത്യയിലെ യുവജനത. ഇൻഫർമേഷൻ ടെക്നോളജി, സാമ്പത്തിക സേവനങ്ങൾ, മാനേജ്മെന്റ് കൺസൾട്ടൻസി, ആർക്കിടെക്ചർ ആൻഡ് എഞ്ചിനീയറിംഗ് തുടങ്ങിയ പ്രൊഫഷണൽ സേവനങ്ങൾ, മറ്റു ബിസിനസ് സേവനങ്ങൾ, വിദ്യാഭ്യാസ സേവനങ്ങൾ എന്നിവയിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലൂടെ വ്യാപാര കരാർ ഇന്ത്യയുടെ സേവന മേഖലയ്ക്ക് കാര്യമായ നേട്ടങ്ങൾ കൈവരുത്തും. കൂടാതെ തുകൽ, പാദരക്ഷകൾ, തുണിത്തരങ്ങൾ, വസ്ത്രങ്ങൾ, രത്നങ്ങൾ, ആഭരണങ്ങൾ, ഫർണിച്ചറുകൾ എന്നിവ പോലുള്ള തൊഴിൽ പ്രാധാന്യമുള്ള മേഖലകളിൽ UK വിപണിയിലേക്ക് ഡ്യൂട്ടി ഫ്രീ ആക്സസ് FTA വാഗ്ദാനം ചെയ്യുന്നു. UK നിലവിൽ $23 ബില്യൺ മൂല്യമുള്ള ഈ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നു. ഇത് ഇന്ത്യയിൽ ഉൽപ്പാദനവും തൊഴിലവസരവും വർദ്ധിപ്പിക്കുന്നതിനുള്ള ശക്തമായ സാധ്യതയെ സൂചിപ്പിക്കുന്നു. സാങ്കേതിക വിദഗ്ധരായ യുവാക്കൾക്കായി FTAയ്ക്ക് കീഴിലുള്ള ഡിജിറ്റൽ ട്രേഡ് ചാപ്റ്റർ കേന്ദ്ര ഗവൺമെന്റ് തലത്തിൽ ഇലക്ട്രോണിക് വ്യാപാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഓൺലൈൻ ഉപഭോക്തൃ സംരക്ഷണം, സൈബർ സുരക്ഷ എന്നിവ ഉറപ്പാക്കുകയും ചെയ്യും. സുരക്ഷിതമായ ഡിജിറ്റൽ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും ഡിജിറ്റൽ സമ്പദ്വ്യവസ്ഥയിൽ പുതിയ തൊഴിൽ പാതകൾ തുറക്കുന്നതിനും ഇത് സഹായിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പുതിയ എയർലൈൻ കമ്പനിയുമായി സൗദി. 2400 പേർക്ക് തൊഴിൽ ലഭിക്കും. പ്രവാസികൾക്കും മികച്ച അവസരം. ദമാമിലെ കിങ് ഫഹദ് അന്താരാഷ്ട്ര വിമാനത്താവളം ആസ്ഥാനമാക്കി സൗദി അറേബ്യയിൽ പുതിയ ബജറ്റ് എയർലൈൻ കമ്പനി രൂപീകരിക്കുന്നു. 3 കമ്പനി ഉൾപ്പെട്ട എയർ അറേബ്യ സഖ്യമാണ് ഇതിനുള്ള ലേലത്തിൽ വിജയിച്ചതെന്ന് സൗദി സിവിൽ ഏവിയേഷൻ ജനറൽ അതോറിറ്റി പ്രസിഡന്റ് അബ്ദുൽ അസീസ് അൽ ദുവൈലൈജ് പറഞ്ഞു. ദമാം വിമാനത്താവളത്തിൽ നടന്ന ചടങ്ങിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. എയർ അറേബ്യ, കാൻ ഇൻവെസ്റ്റ്മെന്റ് ഹോൾഡിംഗ്, നസ്മ ഗ്രൂപ്പ് എന്നീ 3 കമ്പനികൾ ഉൾപ്പെടുന്ന ഒരു കൺസോർഷ്യമാണ് കരാർ നേടിയത്. വ്യോമയാന ശൃംഖലയുടെ ബന്ധം വ്യാപിപ്പിക്കുന്നതിനും വർദ്ധിപ്പിക്കുന്നതിനും വ്യോമയാന പരിപാടികളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും ഇത് സഹായിക്കും. പുതിയ ബജറ്റ് എയർലൈൻ കമ്പനി 24 അന്താരാഷ്ട്ര റൂട്ടുകളിലും 57 അന്താരാഷ്ട്ര റൂട്ടുകളിലും സർവീസ് നടത്തും. ഇത് രാജ്യത്തിന്റെ വ്യോമയാന ബന്ധം വർദ്ധിപ്പിക്കും. 2030 ആകുമ്പോഴേക്കും ദമാമിലെ കിങ് ഫഹദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കും തിരിച്ചും പ്രതിവർഷം 1 കോടി യാത്രക്കാരെ എത്തിക്കാൻ പദ്ധതിയിട്ടിട്ടുണ്ട്. ഇത് 2400ഓളം തൊഴിലവസരങ്ങളാണ് പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർക്ക് ലഭിക്കുക. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 49 യാത്രക്കാരുമായി പറന്ന റഷ്യൻ വിമാനം തകർന്നു വീണു. ദുരന്ത കാരണം മോശം കാലാവസ്ഥയെന്ന് റിപ്പോർട്ട്. സൈബീരിയൻ എയർലൈനായ അങ്കാരയുടെ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. റഡാറിൽ നിന്നും അപ്രത്യക്ഷമായ വിമാനം റഷ്യയിലെ കിഴക്കൻ പ്രദേശമായ അമൂർ മേഖലയ്ക്ക് മുകളിൽ തകർന്നു വീണതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. റഷ്യൻ ചൈനീസ് അതിർത്തിയിലുള്ള ബ്ലാഗോ വെസ്റ്റ്സെൻസ്ക് നഗരത്തിൽ നിന്ന് ടിൻഡയിലേക്ക് പോയ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. 5 കുട്ടികൾ ഉൾപ്പെടെ 43 യാത്രക്കാരും 6 ജീവനക്കാരും വിമാനത്തിലുണ്ടായിരുന്നു. മോശം കാലാവസ്ഥയും കാഴ്ചക്കുറവും കാരണം ലാൻഡ് ചെയ്യുന്നതിനിടെ ജീവനക്കാർക്ക് സംഭവിച്ച പിഴവാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. 1950കളിൽ നിർമ്മിച്ച ആന്റോനോവ് AN-24 വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. ചരക്ക് യാത്രാ ഗതാഗതങ്ങൾക്കായി റഷ്യയിൽ ഈ വിമാനം വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഈ വർഷം 2.25 കോടി യാത്രക്കാരെ പ്രതീക്ഷിച്ച് എത്തിഹാദ് എയർവേസ്. ഇന്ത്യൻ യാത്രാ വിപണിക്ക് കൂടുതൽ പ്രാധാന്യം നൽകാൻ തീരുമാനം. ഈ വർഷം കഴിയുമ്പോഴേക്കും ഇത്തിഹാദിൽ യാത്ര ചെയ്തവരുടെ എണ്ണം 2.25 കോടി കടക്കുമെന്ന് കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അന്റോൻ നൊവാൾഡ് നെവിസ് പറഞ്ഞു. പുതുതായി 18 വിമാനങ്ങളാണ് ഇത്തിഹാദിന്റെ ഭാഗമാകുന്നത്. ഇതിൽ 2 സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. 2030ലേക്കുള്ള വികസന പദ്ധതിയിൽ ഇന്ത്യ ഉൾപ്പെടെ 4 മണിക്കൂറിനുള്ളിൽ പറന്നെത്താവുന്ന രാജ്യങ്ങളിലേക്ക് കൂടുതൽ സർവീസുകളാണ് ഇത്തിഹാദ് ലക്ഷ്യമിടുന്നത്. 2030ൽ 9 കോടിയോളം യാത്രക്കാരെയാണ് വിമാനത്തിൽ പ്രതീക്ഷിക്കുന്നതെന്നും നെവീസ് പറഞ്ഞു. 2022ൽ കമ്പനി മുടക്കുമുതൽ തിരിച്ചുപിടിച്ചു. 2023ൽ 3%, 2024ൽ 6% ലാഭം നേടി. ഈ വർഷം 8% ലാഭം പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. റഷ്യയും ഉക്രൈനും വെടിനിർത്തില്ല. ഇസ്താംബൂളിൽ നടന്ന റഷ്യ-ഉക്രൈൻ സമാധാന ചർച്ചകളുടെ 3ാം റൗണ്ട് അവസാനിച്ചു. വെടിനിർത്തൽ വ്യവസ്ഥകൾ പലതും ഇരു രാജ്യങ്ങൾക്കും അംഗീകരിക്കാൻ കഴിയാതിരുന്നതോടെയാണ് തുർക്കിയിൽ നടന്ന ചർച്ചയിലും തീരുമാനമാകാതെ പിരിഞ്ഞത്. മരിച്ച സൈനികരുടെ ഭൗതികാവശിഷ്ടങ്ങൾ കൈമാറൽ, തടവുകാരെ കൈമാറൽ എന്നിവയുൾപ്പെടെ വിവിധ മാനുഷിക വിഷയങ്ങളാണ് ചർച്ചകൾ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. സമാധാന ഒത്തുതീർപ്പിനായുള്ള തങ്ങളുടെ കാഴ്ചപ്പാട് വിശദീകരിക്കുന്ന കരട് മെമ്മോറാണ്ടങ്ങളും ഇരുപക്ഷവും കൈമാറി. ഓഗസ്റ്റ് അവസാനത്തോടെ യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടത്താനും യുക്രൈൻ നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്നാൽ ഇക്കാര്യം റഷ്യ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. ഒരു കരാറിലെത്തുക എന്നതാണ് പ്രധാനമെന്ന് റഷ്യയുടെ പ്രതിനിധി വ്ളാഡിമിർ മെഡിൻസ്കി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.